ഇന്നത്തെ പ്ലാൻ വരയ്ക്കുന്നതിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഇതിൽ വരച്ചിരിക്കുന്ന ഒരു ചെറിയ പ്ലാനിനെ പറ്റി അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്ലാൻ ഓൾറെഡി ഞാൻ വരച്ചതാണ്. ഒരു ചെറിയ സ്ക്വയർ റെക്റ്റാങ്കുലർ ഷേപ്പുള്ള പ്ലാനാണിത്. ഈ പ്ലാൻ എങ്ങനെയാണ് ഈ മെഷർമെൻറ്റ് വെച്ച് ഓട്ടോകാഡിൽ വരയ്ക്കുക എന്നത് നോക്കാം. ഫസ്റ്റ് ലൈൻ ടൂൾ എടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക. ഇതിൻ്റെ അകത്ത് താഴെ ഇരിക്കുന്ന ബേസ് പോയിൻ്റ് അടിച്ചു കൊടുക്കുക, 23.06 എൻ്റെ ലൈൻ കിട്ടിക്കഴിഞ്ഞു. ഇനി സർക്കിൾ സെലക്ട് സി എൻ്റെ അടിക്കുക. ഇവിടുത്തെ ഈ പോയിന്റിൽ നിന്ന് 24.36 എൻ്റെ. ദെൻ റിപ്പീറ്റ് സർക്കിളിനെ സ്പേസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എഗെയിൻ സർക്കിൾ വരും. 15.66 എൻ്റെ കൊടുക്കുക. എസ്കേപ്പ് കൊടുക്കുക, ലൈൻ ടൂൾ എടുക്കുക. ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഇൻ്റർസെക്ഷനിൽ നമ്മുടെ ഇതിനെ കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ സർക്കിളിനെ ഡിലീറ്റ് ചെയ്യുക. എഗെയിൻ സർക്കിൾ എൻ്റർ അടിക്കുക. ഇവിടെ 16.28 എൻ്റർ കൊടുക്കുക. ദെൻ ഇവിടുന്ന് സർക്കിൾ എടുത്തിട്ട് 21.94 എൻ്റർ കൊടുക്കുക. എസ്കേപ്പ് കൊടുക്കുക, ലൈൻ ടൂൾ എടുക്കുക. ഇവിടുന്ന് ഇൻ്റർസെക്ഷൻ ചെയ്യും. അപ്പം നമുക്ക് പ്ലാൻ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ നോക്കാം. ഡയമെൻഷൻ ടൂളിൽ പോയിട്ട് അലൈൻഡ് ഡയമെൻഷൻ എടുക്കുക. സ്റ്റാർട്ട് ടു എൻഡ് 23.06. repeat triangle 15.68. again continue 21.96. അവിടെ തെറ്റ് പറ്റിയിട്ടുണ്ട്. 16.28 24.36. അപ്പം ഞാനിവിടെ കൊടുത്ത മെഷർമെൻറ്റ് തെറ്റായിപ്പോയി. 94 എന്നല്ല കൊടുത്തത്, 996 അല്ല കൊടുത്തത്, 94 കൊടുത്തെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പം ഇങ്ങനെയാണ് ചെറിയൊരു പ്ലോട്ട് നമ്മുടെ ഓട്ടോകാഡിൽ വരയ്ക്കുക എന്നുള്ളത് ആണ്. അപ്പം ഇതിൻ്റെ എത്രയാണ് സെൻറ് എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ ഏരിയ ഏരിയ ഉണ്ട്. അപ്പം ഇവിടുന്ന് ആഡിങ് കൊടുക്കാൻ പറയും. ഏതൊക്കെ പോയിൻ്റാണോ ആഡ് കൊടുക്കേണ്ടത് ആ പോയിൻ്റ് ആഡ് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ഒന്നുകൂടെ വന്നില്ല. ഏരിയ ടൂൾ സെലക്ട് ചെയ്യുക, സ്പെസിഫൈ ദ ഫസ്റ്റ് കോർണർ ആൻഡ് സെക്കൻഡ് കോർണർ, ഇതിൻ്റെ തേർഡ് കോർണർ എൻ്റർ. അപ്പോൾ ഇവിടെ താഴെ കാണിക്കും 3.49 പെരിമീറ്റർ ആണ്. 3.49. അപ്പോൾ 3.49 ഡിവൈഡഡ് ബൈ 2.471 ഇടുമ്പോഴത്തേക്ക് ഏരിയ കിട്ടും. അപ്പം 3.49 ആണ് നമ്മുടെ ഏരിയ. പെരിമീറ്ററിലായിരിക്കും കിട്ടുക, എന്നിട്ട് സ്ക്വയർ മീറ്ററിലായിരിക്കും കിട്ടുക. മീറ്റർ ആയതുകൊണ്ട് അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ സെൻറ്റിലോട്ടാക്കണമെങ്കിൽ 3.49 ഇൻറ്റു 2.471 നിന്ന് നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റിൽ കിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്.